പുതിയ കാലത്തെ പുതിയ സാങ്കേതിക വിദ്യ എങ്ങനെ നമ്മുടെ കർഷകരിലെത്തിക്കും? ഒരുപാട് പേര് അതിന് ശ്രമിക്കുന്നുണ്ട്. പുതിയ സ്റ്റാർട്ടപ്പുകൾ വരുന്നുണ്ട്. സ്വാഗതം കൃഷിഭൂമിയിലേക്ക്. ഞാൻ ഈ വെളുത്ത തൊപ്പിയൊക്കെ വെച്ച് നിൽക്കണതിന് ഒരു കാരണമുണ്ട്. ഞാനിപ്പോൾ പാലക്കാട് പുതുശ്ശേരി പഞ്ചായത്തിലെ കോങ്ങാമ്പാറയിലാണുള്ളത്. നമ്മുടെ സ്വരൂപിൻ്റെ പുതിയ സ്റ്റാർട്ടപ്പ് ട്രൈവൺസ്. സ്വരൂപ്, എന്താണ് ഈ ട്രൈവൺസ്? ഒരിക്കലെങ്കിലും നോക്കൂ എന്നാണോ, ഒരിക്കൽ നോക്കിയാൽ വിട്ടുപോകില്ല എന്നാണോ? ട്രൈവൺസ് then it becomes a habit എന്നുള്ളതാണ് നമ്മളുടെ ഒരു എന്താ പറയുക, ഒരു ക്യാപ്ഷൻ തന്നെ. കാരണം ഒരു പ്രാവശ്യം നമ്മളുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ വ്യത്യാസം ഫീൽ ചെയ്യാൻ കഴിയണം. കാരണം ഇപ്പോൾ നോർമലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കണതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള സംഗതി ആയിരിക്കും നമ്മൾ എന്തായാലും കൊടുക്കുന്നുണ്ടാവുക. ട്രൈ ചെയ്യാൻ പറയുന്നത്. വൺസ് ട്രൈ ചെയ്യൂ then it becomes a habit. ഓക്കെ, അപ്പോൾ സൂക്ഷിക്കണം. തീർച്ചയായിട്ടും വേണ്ട. എന്തൊക്കെയാണ് ഇതിലുണ്ടാക്കുന്നത്? പാലിൽ തുടങ്ങണു? അല്ല, ആക്ച്വലി നമ്മളൊരു കൃഷിക്കാരുടെ കൂട്ടായ്മയാണ്. ഞങ്ങളെല്ലാം കൃഷിക്കാരാണ്, ഫാർമേഴ്സാണ്. ഞങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നേരിട്ട് ആവശ്യക്കാരിലേക്ക് എത്തിക്കുക. അപ്പോൾ മധുരം പല പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങളത് എവിടെ നിന്ന് വരുന്നു? ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന തക്കാളി, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പാലായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തൊരു സാധനം ആയിക്കോട്ടെ, ഇത് ആരാ ഉൽപ്പാദിപ്പിച്ചത്, എവിടെ നിന്നാണ് വരുന്നത് പോലും നമുക്ക് അറിയില്ലല്ലോ. അതിലൊരു മാറ്റം വരണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എന്നാലാണ് കൃഷിക്കാരൻ കുറെ കൂടി എന്താ പറയുക, ഒരു അഭിമാനം കിട്ടുള്ളൂ. അഭിമാനം കിട്ടൽ മാത്രമല്ല, നമ്മളൊന്ന് ഒരു അപ്ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും വില കിട്ടലായിക്കോട്ടെ, നമ്മളെ ഡിപ്പെൻഡന്റ് ആവണം. കർഷകരെ മാർക്കറ്റ് ഡിപ്പെൻഡന്റ് ആവണം. ഇപ്പൊ നമ്മൾ മാർക്കറ്റിനാണ് ഡിപ്പെൻഡന്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. കർഷകർ ഇപ്പൊ മാർക്കറ്റിനെ ആശ്രയിക്കുന്നത് തിരിച്ചു വരണം. തീർച്ചയായിട്ടും അത് മാറ്റം വരണമെന്ന് വെച്ചാൽ ഇന്ന കർഷകന്റെ ഉൽപ്പന്നമാണ് എനിക്ക് വേണ്ടതെന്ന് ഉപയോഗിക്കുന്ന ആൾ തീരുമാനിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു കൂട്ടായ്മ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം ചെയ്തത് പാലാണ്. പാലും പാലുൽപ്പന്നങ്ങളും ഉണ്ട്. ഒരു 10ഓളം പാലുൽപ്പന്നങ്ങളുണ്ട്. അതിലും സ്വരൂപ് എംടെക് കഴിഞ്ഞിട്ടാണ് ഈ പരിപാടിക്ക് ഇറങ്ങിയത്. എംടെക് കഴിഞ്ഞിട്ടല്ല, ഞാൻ എൻ്റെ ഒരു +2 സമയം തൊട്ട് തന്നെ, അല്ലെങ്കിൽ എൻ്റെ SSLC തന്നെ ഞാൻ കൃഷിക്കാരനാണ്. എൻ്റെ ആദ്യ സംരംഭം ട്രൈവൺസ് അല്ല, കുന്നംപള്ളി ഓർഗാനിക് എന്നുള്ളൊരു ബ്രാൻഡാണ്. അത് ഓർഗാനിക് പ്രൊഡക്ട്സ് ആണ്. നമ്മുടെ എന്താ പറയുക, അരിയുടെ ഉൽപ്പന്നങ്ങൾ, സ്പൈസസ്, അങ്ങനെ നമ്മൾ കൃഷി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മൾ നേരിട്ട് ആവശ്യക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡിൽ എത്തിക്കാനായിട്ട് തുടങ്ങിയതാണ്. അരി ഉണ്ടായിരുന്നു, അതുപോലെ രക്തശാലി അരി, നവര അരി, തവളക്കണ്ണൻ അരി, പുട്ടുപൊടി, അവല്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചുക്കുപൊടി, അതുപോലെ കോക്കനട്ട് ഓയിൽ, ജാഗ്രി പൗഡർ, ഇതൊക്കെ ഉണ്ട്. ഇപ്പോഴും അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അടുക്കള ആദ്യം തൊട്ടു. അല്ല, ഞാൻ പറഞ്ഞല്ലോ കൃഷിക്കാരനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃഷി ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, അതിനെ മൂല്യവർദ്ധനമാക്കണം തീരുമാനിച്ചു. പക്ഷെ അവിടെ എന്ത് പറ്റി വെച്ചാൽ നമ്മൾ അവിടെ കടകളിലൂടെയാണ് മികച്ച യുവ കർഷകരുടെ അവാർഡ് കിട്ടിയത്. അതൊക്കെ ആ സമയത്ത് തന്നെയാണ്. കിട്ടിയത്. അതെ അതെ അതെ. 4-5 കൊല്ലായി. 2016 അതെ, ആദ്യത്തെ കിട്ടുന്നത് കഴിഞ്ഞിട്ട് അവസാനത്തെ 21 സമയത്തായിട്ട്. പ്രോഡക്റ്റിൽ നിന്ന് അത് മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നു. തീർച്ചയായിട്ടും അത് നമ്മൾ എന്താ വെച്ചാൽ ഷോപ്പുകൾ വഴിയും ഓർഗാനിക് ഷോപ്പുകൾ വഴിയും ചെയ്തിരുന്നത്. ട്രൈവൺസിന്റെ അതല്ലേ നല്ലത്, അങ്ങനെ കൊടുക്കുന്നല്ലേ നല്ലത്. പക്ഷേ ഞാൻ ട്രേസബിലിറ്റി പറഞ്ഞല്ലോ. നിങ്ങൾ കടയിൽ നിന്ന് പല പ്രൊഡക്റ്റ് വാങ്ങാറുണ്ട്, അതിന്റെ സോഴ്സ് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റാറില്ല. ട്രൈവൺസിന്റെ മെച്ചം എന്താ വെച്ചാൽ ട്രൈവൺസ് അതിന് ശേഷം നിങ്ങൾ തുടങ്ങിയതാണ്. ഞങ്ങൾ ഇപ്പൊ 5 പേരാ ഡയറക്ടേഴ്സ് ഉള്ളത്. ഞങ്ങൾ 5 പേരും സിമിലർ ആയിട്ട് തന്നെ പലതും. ഇപ്പോൾ 3 പേര് ഞങ്ങൾ ഒരുമിച്ച് ബിടെക്കിന് ഒരുമിച്ച് പഠിച്ച ആളുകളാണ്. 2 പേര് ഞങ്ങൾ എംടെക് ഒരുമിച്ചായിരുന്നു. അപ്പൊ അന്ന് തന്നെ ഞങ്ങൾ ഈ ഡിസ്കഷനെല്ലാം വരാറുണ്ടായിരുന്നു. എന്തെങ്കിലും ഒന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യണം. കാരണം ഒഴുക്കിനൊപ്പം നീന്തുന്നതിനേക്കാൾ കൂടുതൽ വ്യത്യസ്തമായിട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു. ഒരു കർഷകൻ എന്നുള്ള നിലയിലേക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റാർട്ടപ്പിൽ പോകാനുള്ള എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നോ? നിങ്ങൾ മുമ്പുണ്ടാക്കിയ പ്രോഡക്റ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു 1-2 മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം കടകൾ വഴി കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞ് വേറെ പല പ്രൊഡക്റ്റുകൾ കൊടുക്കുക, ഗുണനിലവാരമില്ലാത്ത പ്രൊഡക്റ്റ് കൊടുക്കുക. അപ്പൊ അതുകൊണ്ട് കസ്റ്റമേഴ്സ് നേരിട്ട് നമ്മളെ പിന്നീട് വിളിച്ച് കംപ്ലൈന്റ് പറയുന്ന സ്ഥിതി ഉണ്ടാവുക. അതന്നെ, കസ്റ്റമർക്ക് വിശ്വാസം ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. സ്വരൂപ് കുന്നംപള്ളി എന്നുള്ള ബോർഡ് വെച്ച് വേറെ എന്തെങ്കിലും വെക്കും, അങ്ങനെ പറയാം, കൃത്യമായിട്ട് അങ്ങനെ പറയാം. അപ്പൊ നിങ്ങളുടെ ക്രെഡിബിലിറ്റി നഷ്ടമാവും, പിന്നെ ആരും എന്റെ മാത്രമല്ല. ഈ ഒരു ജൈവ കൃഷിക്കാരുടെ ആകെ ക്രെഡിബിലിറ്റി പോവുകയാണ്. അങ്ങനെ എല്ലാവരും ഞാൻ മോശമെന്നല്ല പറഞ്ഞത്. ചില ആളുകൾ മോശക്കാരുള്ളതുകൊണ്ട് എന്തുണ്ടാവും വെച്ചാല്, സ്വരൂപിന്റെ അനുഭവം എന്തായിരുന്നു? എന്റെ പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് മറ്റൊരു അരി
എൻ്റെ പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞ് മറ്റൊരു അരി ഒരു കസ്റ്റമർക്ക് കൊടുത്തു. ആ കസ്റ്റമർ വാങ്ങിച്ച് ഉപയോഗിച്ചു. അത് ഉപയോഗിക്കുന്ന സമയത്ത് അരി കഴുകുന്ന സമയത്ത് കയ്യിൽ എണ്ണ പോലെ എന്തോ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവരെനിക്കൊരു ഫോട്ടോ അയച്ചു തന്ന കുറെ എന്നെ ചീത്ത പറഞ്ഞു ഫോൺ ചെയ്തിട്ട്. അവസാനം എൻ്റെ ഫോട്ടോ അയച്ചു തന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് വെള്ള അരിയായിരുന്നു. ഇതുവരെ ഞങ്ങളുടെ കൃഷിയിടത്തിൽ വെള്ള നെല്ല് കൃഷി ചെയ്തിട്ടേ ഇല്ല. ഞങ്ങളെല്ലാം മട്ടേരി കൃഷി ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇവർ കാണിച്ചത് ഇതാണ്. നോക്കുമ്പോൾ ഷോപ്പുകാർ എൻ്റെയാണെന്ന് പറഞ്ഞിട്ട് അവർക്കത് കൊടുത്തതായിരുന്നു. മറ്റു വിശദാംശങ്ങളൊന്നും പറയുന്നില്ല മോശമാണെന്നുള്ളതുകൊണ്ട്. നമുക്കൊരു അനുഭവം ഉണ്ടായി. അത് മാത്രമല്ല പൈസ പലപ്പോഴും കിട്ടാണ്ട് വരിക, വലിയ മാർജിൻ കൊടുക്കേണ്ടി വരിക. ഒരു കൃഷിക്കാരന് അതിനൊക്കെ പരിമിതികളുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് മാത്രമല്ല ചിലപ്പോൾ വിറ്റ് പോയിട്ടില്ലെങ്കിൽ തിരിച്ചു നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അധിക നാൾ ഇരിക്കില്ല നമ്മുടെ പ്രൊഡക്റ്റുകൾ. പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്താൽ കുറച്ചുകൂടി ഇരിക്കുകയായിരിക്കും. നമ്മളുടെ ഒരു 1.5 മാസമൊക്കെ തന്നെ ഇരിക്കുള്ളൂ. ആ സമയത്തിനകത്ത് വിറ്റ് പോയിട്ടില്ലെങ്കിൽ ഇപ്പൊ തിരിച്ചു തരികയാണ്. നമുക്ക് അത് കൊണ്ടുവന്ന് നമുക്കൊന്നും ചെയ്യാനുമില്ല. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ട്രൈവൺസിന്റെ മെച്ചം എന്താ വെച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെയാണ് ട്രൈവൺസിലേക്ക് വരുന്നത്. ട്രൈവൺസ് പാലാണ് ഇപ്പൊ കൊടുക്കുന്നതെങ്കിലും പാല് കൊടുക്കാനായിട്ട് തുടങ്ങിയൊരു സംരംഭമല്ല. പാലും പാലുൽപ്പന്നങ്ങളും മുതൽ കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും എഗ്ഗും മീറ്റും ഉൾപ്പെടെ കൃഷിക്കാരുടെ മുഴുവൻ ഉൽപ്പന്നങ്ങളും നിങ്ങളുടെ വീട്ടുപടിക്കലെത്തും. ഈ ആപ്പിലൂടെ ട്രൈവൺസ് ഒരു ആപ്പാണ്. ആ ആപ്പിലൂടെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. നിങ്ങളുടെ വീട്ടുപടിക്കലെത്തും. ഏർലി മോർണിംഗ് 4 o'clock to 7:30 ആണ് നമ്മുടെ ഡെലിവറി ടൈം. അതിനകത്ത് പ്രോംപ്റ്റ് ആയിട്ട് വീട്ടിൽ ഡെലിവറി തരും. പ്രൊഡക്ഷൻ കിട്ടും, പ്രൊക്യൂർമെന്റ് ഉണ്ട്, പ്രോസസിംഗ് ഉണ്ട്, ഡെലിവറി എല്ലാം നമ്മൾ തന്നെയാണ്. അതിനകത്ത് പ്രത്യേകം എന്ന് വെച്ചാൽ ഈ കൃഷിക്കാരുടെ മുഴുവൻ ഡാറ്റയും അവൈലബിൾ ആവും. ഇപ്പൊ ഞങ്ങളുടെ തേന് വാങ്ങുകയാണ്. ഇപ്പൊ നമ്മൾ പ്രോസസ്സർ അല്ലാത്ത തേന് കൊടുക്കുന്നുണ്ട്. റോ ഹണി നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് തേന് വാങ്ങുമ്പോൾ ആ തേനിന്റെ ബോട്ടിലെ ടാഗില് ഏത് കർഷകന്റെയാണ് അയാളുടെ അഡ്രസ് ഉൾപ്പെടെ ഫോൺ നമ്പർ ഉൾപ്പെടെ അതിനകത്ത് ഉണ്ടാവും. നേരിട്ട് ആവശ്യക്കാർക്ക് അവരെ വിളിച്ച് എന്റെ വല്ല കമ്മ്യൂണിക്കേഷനോ ക്ലാരിറ്റി കാണിച്ച് വരുത്താം. അതാണ് നമ്മൾ കൊടുക്കുന്ന എല്ലാ പ്രൊഡക്റ്റിലും. ഈ പാല് ഇപ്പൊ നിങ്ങൾ കൊടുത്തു തുടങ്ങി എന്ന് പറഞ്ഞു. എത്ര കസ്റ്റമേഴ്സ് ഇങ്ങനെ കൊടുക്കാൻ പറ്റും? ഇപ്പൊ നമുക്ക് ഏതാണ്ട് 2000-ഓളം കസ്റ്റമേഴ്സ് നമുക്ക് എറണാകുളത്തും പാലക്കാട് ടൗണിലും ആയിട്ടുണ്ട്. ടൗണിൽ മാത്രമേ നമ്മൾ എറണാകുളത്തും പാലക്കാടാണ് കൊടുക്കണേ. അതെ അതെ, ഇപ്പൊ അതാ ചെയ്യുന്നത്. അത് പതുക്കെ എല്ലാവർക്കും എത്തിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ എല്ലാ ജില്ലകളിലേക്കും ഇത് എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ അതല്ലാതെ ചെയ്യുന്നത് പാലല്ലാത്ത ഇപ്പൊ നെയ്യ് പോലുള്ള പ്രൊഡക്റ്റ്, തേന് പോലുള്ള പ്രൊഡക്റ്റുകൾ, അതുപോലെ തന്നെ നമ്മുടെ പാം ഷുഗർ പോലത്തെ അങ്ങനത്തെ പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കൊറിയർ വഴി അയച്ചു കൊടുക്കുന്നുണ്ട്. അത് ഓൺലൈൻ മാർക്കറ്റിംഗ് വളരെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ആപ്പ് വഴി ഓർഡർ ചെയ്യുക, അല്ലെങ്കിൽ അല്ലാതെ ഓർഡർ ചെയ്യുമ്പോൾ ബാംഗ്ലൂരിലേക്കും ഡൽഹിയിലേക്കൊക്കെ നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്. അത് കൊറിയർ വഴിയാണ് അയച്ചു കൊടുക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു ക്ഷീര കർഷകരുടെ മിൽമയെ പോലെയുള്ള കമ്പനികൾ മറ്റു നിരവധി ആൾക്കാർ പാല് വാങ്ങുന്നുണ്ട്. അവരിത് വളരെ കൂളായിട്ട് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ പിന്നെ നിങ്ങളുടെ വ്യത്യാസം എന്താ? ഞങ്ങൾ എന്താ വെച്ചാൽ കൂടുതൽ വില കിട്ടുമോ, അല്ലെങ്കിൽ കൂടുതൽ കർഷകർ എന്തൊക്കെയാണ് ആദ്യം? അല്ല, ഒന്നാമത് ഞങ്ങൾ സെലക്റ്റീവ് ആയിട്ടുള്ള ഫാർമേഴ്സിൽ നിന്ന് മാത്രമാണ് പാലെടുക്കുന്നത്. വിട്ടുമേണ പശുക്കളായിരിക്കണം, ഹൈലി ഹോർമോണൈസ്ഡ് കാറ്റിൽ ഫീഡ് കൊടുക്കാൻ പാടില്ല, അമിതമായിട്ടുള്ള പ്രൊഡക്ഷനുള്ള പശുക്കളാവരുത് എന്നുള്ളൊരു കാര്യം വെക്കുന്നുണ്ട്. എന്നാൽ സാധാരണ പാലക്കാട്ടെ നോർമൽ ചെറുകിട കൃഷിക്കാരാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആളുകൾ എല്ലാം തന്നെ. ഏതാണ്ട് ഒരു 100-ലധികം കർഷകർ ഇപ്പൊ നമുക്ക് നിലവിലുണ്ട്. 100-ൽ കൂടുതൽ കർഷകരുണ്ട്. പിന്നെ ചിലത് എന്താ വെച്ചാൽ നേരിട്ട് നമ്മളായിട്ട് ചെയ്യുന്നതിന് പകരം അവർ തന്നെ പലരും കളക്ട് ചെയ്തിട്ട്, അതായത് 3-4 അവർ ഒരുമിച്ച് കൊണ്ടുതരുന്ന ആൾക്കാരുണ്ട്. ഇത് നമ്മൾ വെക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ മിനിമം ഒരു SNF 8% കൂടുതൽ. തൊട്ടപ്പുറത്ത് അതാ ഞാൻ പറഞ്ഞത്. മിൽമ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് കേരളത്തിലെ ക്ഷീരകർഷകരുടെ ഇടയിൽ ഏറ്റവും മനോഹരമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് മിൽമ. നമ്മൾ മിൽമയെ ചലഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ അത് കൃഷിക്കാർക്ക് കൊടുക്കുന്ന ഗുണങ്ങളെ ചോദ്യം ചെയ്യാനോ നമ്മൾ പോണേയില്ല. ഞങ്ങൾ ഈ കൃഷിക്കാരോട് പറയണത് അവിടെ നിന്ന് കൊടുക്കണതിനേക്കാൾ വില കൂടുതൽ നമ്മൾ തരുന്നുണ്ട്. മുഴുവൻ ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. നിങ്ങൾ അവിടുത്തെ മെമ്പർഷിപ്പ് കളയരുത്, അവരുടെ ആനുകൂല്യങ്ങളൊന്നും കളയരുത്. നിങ്ങൾ അവിടെ കൊടുത്തു ഒരു നേരത്തെ പാൽ അവിടെ കൊടുത്തോളൂ ചോദിച്ചാൽ പകുതി പാൽ അവിടെ കൊടുത്തോളൂ, ബാക്കി നമുക്ക് തരും. മിൽമ കൊടുക്കുന്നതിനേക്കാൾ ഒരു 10% കൂടുതൽ ഞങ്ങൾ വില കൂടുതൽ കൊടുക്കാൻ തയ്യാറാണ്, നല്ല പാലാണെങ്കിൽ. ഞങ്ങൾ എല്ലാ പാലും എല്ലാ സാമ്പിളും ഏതാണ്ട് 21 ടെസ്റ്റുകൾ നമ്മുടെ ലാബിൽ ചെയ്യാൻ പറ്റും. ഈച്ച് ആൻഡ് എവരി സാമ്പിൾ നമ്മൾ ഡെയിലി ടെസ്റ്റ് ചെയ്തിട്ടാണ് അവർക്ക് അതിന്റെ പ്രോസസ്സിങ്ങിലേക്ക് തന്നെ വിടാൻ വേണ്ടി പറ്റുള്ളൂ. ആ സമയത്ത് കൃഷിക്കാരോട് പറയുന്ന ഉറപ്പ് നല്ല ക്വാളിറ്റിയിൽ പാല് കൊണ്ടുവരണമെങ്കിൽ ഇപ്പോൾ മിൽമ 43-44 രൂപ വരെയൊക്കെ കൊടുക്കുന്ന കൃഷിക്കാരാണെങ്കിൽ, 45 രൂപ വരെ കൊടുക്കുന്ന കൃഷിക്കാരാണെങ്കിൽ നമ്മൾ ഏതാണ്ട് 50 രൂപ വരെ, 50 രൂപയിൽ കൂടുതലും ചില കൃഷിക്കാർക്ക് പാലിന് വില കൊടുക്കാറുണ്ട്. ഡിപ്പെൻഡ് അതിന്റെ SNF-ന്റെയും ഫാറ്റിന്റെയും വാല്യൂ അനുസരിച്ചിട്ട് 50 രൂപ വരെ നമ്മൾ 50 രൂപയിൽ കൂടുതൽ വാങ്ങുന്ന കൃഷിക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. 51 രൂപയൊക്കെ വാങ്ങുന്നത് ഇവിടെ കൊണ്ടുവരും. ചിലർ അവർ ഒരുമിച്ച് ഒരു 3-4 പേരും കൂടി ഒരുമിച്ച് ഒരാളെ ഏൽപ്പിച്ചിട്ട് അയാളെ കൊണ്ടുതരും. അങ്ങനെ ചെയ്യുന്നതുണ്ട്. ഞങ്ങൾ നേരെ കൊണ്ടുവന്ന് അതിന് ആദ്യം ടെസ്റ്റ് ചെയ്യാനായിട്ട് സാമ്പിൾ എടുക്കും. അത് കഴിഞ്ഞിട്ട് തണുപ്പിക്കാൻ വെക്കും പാല്. കാരണം എല്ലാം എത്തിയ ശേഷമേ പ്രോസസ്സിങ് തുടങ്ങുള്ളൂ. നമ്മുടെ ഒരു കാര്യം എന്താ വെച്ചാൽ
കറന്നെടുത്ത പാൽ ആസ് സൂൺ ആസ് പോസിബിൾ എത്ര നേരത്തെ പറ്റുമോ അത്രയും നേരത്തെ അത് പാസ്ചറൈസ് ചെയ്യണം. നമ്മൾ പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. PHE ആണ് ഇവിടുത്തെ സിസ്റ്റം. HTST എന്ന് പറയുന്ന ഹൈ ടെമ്പറേച്ചർ ഇൻ ഷോർട്ട് ടൈം എന്നുള്ള ആ ടെക്നോളജിയാണ് യൂസ് ചെയ്യണത്. ഒരു പേസിൽ വളരെ പെട്ടെന്ന് കുറച്ച് നേരത്തിനുള്ളിൽ മാക്സിമം ചൂട് കൊടുക്കുക. 3 സെക്കൻഡ് കൊണ്ട് പാലിനെ 80 ഡിഗ്രിക്ക് തിളപ്പിക്കും. അതേ 3 സെക്കൻഡ് കൊണ്ട് ആ പാലിനെ തന്നെ 4 ഡിഗ്രിക്ക് തണുപ്പിക്കുകയും ചെയ്യും. അതാണ് ബോയിൽ ചെയ്യുന്ന വിധത്തിലേക്ക് എത്തിക്കും, പിന്നെ തണുപ്പിക്കും. എന്താ വെച്ചാൽ ബോയിൽ ചെയ്യുമ്പോൾ പതുക്കെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പോൾ അതിനകത്ത് പല പ്രോപ്പർട്ടി ചേഞ്ച് ഉണ്ടാവും. ഇതിൽ അതുണ്ടാവില്ല. ക്യുക്കായിട്ട് അങ്ങ് റൈസ് ചെയ്യാണ്, അതേപോലെ ക്യുക്കായിട്ട് തണുക്കുകയാണ്. അപ്പോൾ നമുക്കറിയാലോ തിളപ്പിച്ച പാല് തണുക്കാൻ വെച്ച് എത്ര സമയം എടുക്കും തണുത്ത് കിട്ടാൻ. ആ സമയത്തൊക്കെ ബാക്ടീരിയാസ് വീണ്ടും അതിനകത്ത് റീ എൻ്റർ ആവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വീണ്ടും അതിന് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതിന് സമയം കൊടുക്കില്ല. പാല് 80 ഡിഗ്രിക്ക് തിളപ്പിച്ച് 25 സെക്കൻഡ് ഹോൾഡിംഗ് ട്യൂബിലൂടെ കറങ്ങി വന്നു കഴിഞ്ഞാൽ വിത്തിൻ 3 സെക്കൻഡ് കൊണ്ട് അത് 4 ഡിഗ്രിക്ക് തണുപ്പിക്കും. പിന്നെ കസ്റ്റമറുടെ കയ്യിൽ എത്തുന്ന വരെ ആ 4 ഡിഗ്രി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. നമ്മൾ കൊടുക്കുന്നത് ഒരു തെർമലി ഇൻസുലേറ്റഡ് പൗച്ചിലാക്കിയിട്ട് ചില്ല് കുപ്പികളിലാണ് പാല് കൊടുക്കുന്നത്. ഒരു പൗച്ചിനകത്ത് ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ വെക്കുമ്പോൾ ഒരു 4 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ എങ്കിൽ ഒരു 6 മണിക്കൂർ നേരം എടുക്കും അത് നോർമൽ ടെമ്പറേച്ചറിൽ എത്താൻ. അത്ര നേരത്തേക്ക് എന്തായാലും പാല് കേട് വരില്ല. നമ്മുടെ പാല് പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നില്ല. ഞങ്ങൾ കാലത്തിന്റെ പാല് കളക്ട് ചെയ്യും. നെക്സ്റ്റ് ഡേ മോർണിംഗ് പാല് ഡെലിവറി ചെയ്യാം. ചില സമയത്ത് ഉച്ചയ്ക്ക് ശേഷമുള്ള പാല് നമ്മൾ കളക്ട് ചെയ്യാറുണ്ട്. ഫാർമേഴ്സിന്റെ എല്ലാം തന്നെ കൺവീനിയന്റ് അനുസരിച്ച് ചില സമയത്ത് നമ്മൾ ഉച്ചയ്ക്ക് ശേഷമുള്ള പാലായിരിക്കും കളക്ട് ചെയ്യുക. ഇന്നിപ്പോ നമ്മളിവിടെ രാത്രി ഇവിടെ വണ്ടിയിൽ പോകും. ഇവിടെ നമുക്ക് അതിനുള്ള തെർമലി ഇൻസുലേറ്റഡ് ബോക്സുകളുള്ള വണ്ടിയാണ്. അതിനകത്ത് നമ്മൾ ഐസ് ബോക്സിനകത്തായിട്ട് ഇവിടെ നിന്ന് രാത്രി 10:30 വണ്ടി പുറപ്പെടും. ഏർലി മോർണിംഗ് ഒരു 2:30-3 മണിക്ക് എറണാകുളത്ത് എത്തും. അവിടെ നിന്നൊരു 3:30-4 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ഡെലിവറി ടീമാണ്. നമ്മുടെ തന്നെ കുട്ടികളാണ് അവര്. അതേപോലെ എല്ലാം പല സ്റ്റുഡൻസും യങ്സ്റ്റേഴ്സും ഒക്കെ തന്നെയാണ് അവരും. അവർക്കൊരു എക്സ്ട്രാ വരുമാനം കിട്ടും കാലത്ത് ഒരു 3 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ. നമ്മൾ ഹാപ്പിയാണ്, അവർ ഹാപ്പിയാണ്. ഫ്ലാറ്റുകളും വീടുകളും കൊണ്ടെത്തിക്കും. തലേന്ന് കൊടുത്തിട്ടുള്ള ബോട്ടിലും ബാഗോടുന്ന് തിരിച്ച് കളക്ട് ചെയ്യും. പൊട്ടിപ്പൂല് വളരെ കുറവാണ്. ചിലർ തരാതെ വെക്കാറുണ്ട്. ഞങ്ങൾ അവരോട് റിക്വസ്റ്റ് ചെയ്യും. 0 വേസ്റ്റേജ് എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. പാലിനേക്കാളും വില കൂടുതലാണ് ബോട്ടിലും ബാഗിനും കൂടി. സോ ഞങ്ങൾക്ക് നിലനിൽക്കണം, നിങ്ങൾ തിരിച്ചു തരണം എന്ന് പറയാറുണ്ട്. അവർ വെറുതെ ഇട്ടൊരു കാര്യമില്ല, അവർക്ക് ഒരു യൂസും ഇല്ല. അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മളൊരു ഞങ്ങളുടെ ഒരു കാര്യം തന്നെ കഴിഞ്ഞ കുറച്ച് നാളത്തെ ഞങ്ങളുടെ മാത്രം പ്രവർത്തനം കൊണ്ട് ഏതാണ്ട് എന്താ പറയാ 50 ലക്ഷത്തിന്റെ അടുത്ത് അല്ലെങ്കിൽ അത്രയും കൂടുതൽ പ്ലാസ്റ്റിക്കിന്റെ പാക്കറ്റുകൾ ഉത്പാദിപ്പിക്കണമെന്ന് തന്നെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റി. കാരണം 1 ലിറ്റർ പാൽ ഉപയോഗിക്കണം. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കേണ്ട വെച്ചാൽ 2 പാക്കറ്റാണ് വരികയാണ്, പ്ലാസ്റ്റിക് വരികയാണ്. ആ പ്ലാസ്റ്റിക്കിന്റെ ഉത്ഭവത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ നമുക്കതിനെ ഇല്ലാണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഏറ്റവും വലിയൊരു എന്താ പറയുക സന്തോഷമായിട്ട് ഞങ്ങൾ പറയുന്ന കാര്യം. പക്ഷെ നമ്മളൊക്കെ വീട്ടിൽ വാങ്ങുമ്പോൾ പലപ്പോഴും കുപ്പി പൊട്ടി പോകുന്നു, അല്ലെങ്കിൽ പൂച്ച തട്ടി മറിക്കണമെന്നൊക്കെയുള്ള ഏർപ്പാടുകളാണ്. അതിനാണ് ഈ തെർമൽ ബാഗ്. ഈ ബാഗിനകത്ത് വെക്കണമെന്നുള്ളതുകൊണ്ട് ബാഗ് ഒരു കുഷ്യനും കൂടി ഉണ്ട്. ഇതിനും തട്ടി താഴെ വീണാലോ അല്ലെങ്കിൽ ഒരു മീറ്ററിന് താഴെ വീണാൽ കൂടി ബാഗ് പൊട്ടില്ല. ഇവിടെ അവർക്ക് ഹാൻഡിൽ ചെയ്യുന്ന സൗകര്യമാണ്. അതാണ് ആ ബാഗിനകത്ത് കൊടുക്കണതിന്റെ ആ ഒരു കൺസെപ്റ്റ്. അതുകൊണ്ടാണ് ഇത്. അപ്പോൾ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും ഇത് അവിടെ എത്തിച്ചു കഴിഞ്ഞു. അതെ, രാവിലെ കുപ്പിയായിട്ട് തിരിച്ചെത്തുന്നു. നെക്സ്റ്റ് ഡേ കുപ്പിയായിട്ട് തിരിച്ചു വരും. നമ്മളത് പ്ലാന്റിൽ കൊണ്ടുവന്ന് സ്റ്റെറിലൈസ് ചെയ്ത് വാഷ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് അഗൈൻ റീഫിൽ ചെയ്യും. എത്ര കോടി രൂപ വേണ്ടി വന്നു? ഇതിന്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ട് എന്താ ഒരു ഇൻവെസ്റ്റ്മെന്റ് ധാരണ? എത്ര ഭയങ്കര ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വന്നു? ഇത് ഞങ്ങളുടെ ഈ ഒരു പ്രൊജക്ടിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ മിൽക്കിന്റെ ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകത ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നല്ലോണം വരും. ചുരുങ്ങിയതിൽ 1.5 കോടി രൂപയെങ്കിലും ഇൻഫ്രാസ്ട്രക്ചറിന് മാത്രം വേണ്ടി വരും. കാരണം അതിന്റെ മെഷീൻ എക്യുപ്മെന്റ്സ് കാരണം എല്ലാം കാണുമ്പോൾ കുറച്ച് കുഞ്ഞിതേ ഉള്ളൂ വെച്ചാലും ഇതെല്ലാം തന്നെ ഹൈലി എക്സ്പെൻസീവ് ആയിട്ട്. ഇപ്പോൾ IBT മാത്രം ഒരു 4 ലക്ഷം 5 ലക്ഷം രൂപ 6 ലക്ഷം രൂപ റേഞ്ച് വില വരും. ചെറിയൊരു മെഷീനാണ്, പക്ഷെ ഇത്ര കോസ്റ്റ് വരും. പിന്നെ കോൾഡ് റൂം വേണം. മിനിമം ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാണ്ട് ഇത് നടക്കില്ല. വിത്തൗട്ട് ജനറേറ്റർ പ്രാക്ടിക്കലേ അല്ല. അപ്പോൾ എല്ലാം കൂടി വരുമ്പോൾ 1.5 കോടി രൂപയോളം ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് തന്നെ വരും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വെറും 35 കസ്റ്റമേഴ്സ് ആയിട്ടാണ് ഈ സംരംഭം തുടങ്ങുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് 2000-ൽ കൂടുതൽ ആളുണ്ടെങ്കിൽ ഈ 35 to 2000 എത്തുക എന്നുള്ള ഒരു പോയിന്റ് ഉണ്ടല്ലോ. എത്ര സമയം കൊണ്ട് എത്തിയത്? ഞങ്ങൾ 2.5 വർഷം കഴിഞ്ഞു. ഇപ്പോൾ 2021 ഓഗസ്റ്റ് 15-നാണ് നമ്മളുടെ കമ്പനി ഒഫീഷ്യലി ഇരുന്ന് കാല് നീട്ടി പതുക്കെ ഓടിയെത്തുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. തീർച്ചയായിട്ടും. എന്താ വെച്ചാൽ അങ്ങനെ കഴിയുള്ളൂ ഈ മേഖലയിൽ. കാരണം ഒറ്റയടിക്ക് അവിടെ കസ്റ്റമേഴ്സിന് എണ്ണം കൂടി കഴിഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് കർഷകരെ ഡെവലപ്പ് ചെയ്യൽ പ്രയാസമാണ്. കർഷകരെ ഡെവലപ്പ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു ഓർഗാനിക് ഗ്രോത്ത് ആണ് ഇവിടെ പ്രാക്ടിക്കൽ ആവുക. പക്ഷെ വൺസ് കൺവേർട്ട് ആയാൽ ഞങ്ങളുടെ തുടക്കത്തിലെ 35 കസ്റ്റമേഴ്സിലെ 28 പേരും ഇന്നും ഞങ്ങളോടൊപ്പം ഉണ്ട്. അതാണ് ഞങ്ങളുടെ ഒരു കരുത്ത് എന്ന് പറയുന്നത്. അവരുടെ സപ്പോർട്ടാണ്
ഞങ്ങളുടെ ഒരു ബലം. ഇനിയിപ്പോൾ നിങ്ങളുടെ ടീമിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇത് അടുത്ത ഘട്ടങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. ഞങ്ങളിപ്പോൾ 2 തരത്തിലാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. ഒന്ന് പ്രൊഡക്റ്റിന്റെ ഡൈവേഴ്സിഫിക്കേഷനാണ്. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് പാലുൽപ്പന്നങ്ങൾ, തേന്, അതുപോലെ തന്നെ നവരയരി, രക്തശാലി അരി, അതുപോലെ തന്നെ പാലക്കാട് മട്ട, അവില്, മില്ലറ്റ്സിൻ്റെ കുക്കീസ് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചകളും രാമശ്ശേരി ഇഡ്ഡലി നമ്മൾ എറണാകുളത്ത് വീടുകളിൽ എത്തിക്കുന്നുണ്ട്. ഒരു ഫ്രീഡം സൺഡേ ഫോർ ഹോം മേക്കേഴ്സ് എന്നുള്ളതാണ് ആ ഒരു കൺസെപ്റ്റ്. ഇനി പ്രൊഡക്റ്റുകളുടെ എണ്ണം കൂട്ടണം. നമ്മുടെ കോക്കനട്ട് ഓയിൽ, കട്ട് വെജിറ്റബിൾ. കാരണം ഒരു കാലത്ത് അവർ എഴുന്നേറ്റ് വരുമ്പോൾ അവർക്ക് അന്നത്തേക്ക് സാമ്പാറിനോ അവിയലിനോ ഉള്ള കൂട്ട് മിക്സ് ചെയ്തിട്ട് കട്ട് വെജിറ്റബിളായിട്ട് നമ്മൾ അവരുടെ വീട്ടിൽ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്ത് എത്തിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ പ്രൊഡക്റ്റുകളും സ്പെസിഫിക് ആയിരിക്കും. നേരത്തെ പറഞ്ഞ ട്രൈവൺസിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് അവർക്ക് ഫീൽ ചെയ്യും. അതുമാത്രമല്ല അതിൻ്റെ സോഴ്സ് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ പച്ചക്കറിയാണ് ഉപയോഗിക്കണമെങ്കിൽ വെണ്ടയ്ക്ക ഏത് കൃഷിക്കാരൻ്റെ ഏത് കൃഷിയിടത്തിൽ ഉണ്ടായതാണെന്നുള്ളത് കൃത്യമായിട്ട് അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സോ അതുണ്ടെങ്കിൽ അടുത്ത പരിപാടിക്ക് നേരിട്ട് വിളിച്ച് ഓർഡർ ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾ വഴി പോവാണ് നല്ലത്. അതെ, അല്ല എന്താ വെച്ചാല് അങ്ങനെ പോവില്ല ആരും. ഇപ്പോ ഒരു കൃഷിക്കാരൻ ഒരിക്കലും, ഞാനൊരു കൃഷിക്കാരനായതുകൊണ്ട് പറയല്ല, കാരണം ഞങ്ങളുടെ കൃഷിക്കാരൻ്റെ ഏറ്റവും വലിയ താല്പര്യം എന്ന് പറഞ്ഞാൽ കൃഷിയിടത്തിലും നമ്മളുടെ ആക്ടിവിറ്റികൾ സ്പെൻഡ് ചെയ്യാനാണ്. അതല്ലാതെ നമ്മളിപ്പോൾ 1000 കിലോ പച്ചക്കറി ഉണ്ടാക്കിയാൽ 2-3 കിലോ നിങ്ങൾ ചോദിച്ചാൽ ഇനിയിപ്പോൾ അതിൽ എത്ര കൂടുതൽ പൈസ തരാന്ന് പറഞ്ഞാലും ആ 3 കിലോ കൊണ്ടുതരാൻ നിൽക്കില്ല എന്ന് പറയാം. എനിക്ക് അനുഭവം ഉണ്ടോ പറഞ്ഞത്. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ എന്തൊക്കെ ആണെന്ന് പറഞ്ഞാലും, എത്രയൊക്കെ പ്രൊഫഷണൽ ആണെന്ന് പറഞ്ഞാലും, ഇപ്പൊ നേരത്തെ പറഞ്ഞ M.Tech ഒക്കെ ആണെന്നൊക്കെ പറഞ്ഞാലും കൃഷിക്കാരൻ ആസിറ്റീസ് കൃഷിക്കാരനാണ്. ഇപ്പൊ എനിക്ക് അനുഭവം ഉണ്ട്. ഞാൻ പലപ്പോഴും അരിയൊക്കെ കൊടുത്തേക്കാൻ വേണ്ടി പാക്ക് ചെയ്ത് വെക്കും. അരി പാക്ക് ചെയ്ത് കൊടുക്കാൻ പോണ നേരത്തെ ആയിരിക്കും വിളിക്കുക, പാടത്ത് വെള്ളമില്ല പറയും. പിന്നെ എന്റെ ശ്രദ്ധ ഈ വെള്ളം എത്തിക്കാന്നുള്ളതാണ്. അരിയോടെ നിൽക്കും. ഒരു പശുവിന് വയ്യാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പശുവിനെ ഒന്ന് കുത്തിവെക്കണം എന്ന് പറഞ്ഞു. നമുക്ക് പിന്നെ നമ്മുടെ ശ്രദ്ധ അതിനകത്താണേ. ഇപ്പൊ നമ്മുടെ കർഷകന്റെയൊക്കെ ജീവിതം തീരുമാനിക്കുന്നത് കോഴിയും പശുക്കളൊക്കെയാണ്. കാലത്ത് നമ്മൾ തൊഴുത്തിൽ പോയി നോക്കുമ്പോൾ അല്ലെങ്കിൽ കോഴിക്കൂട് തുറന്നു വിടുന്ന സമയത്ത് ഒരു കോഴിക്ക് വയ്യാതായാൽ, ഒരു പശുവിന് എന്തെങ്കിലും ഒരു ചെറിയ പ്രയാസം വന്നാൽ ആ ദിവസം നമ്മളുടെ പോയി എന്നുള്ളതാണ്. അത് എൻ്റെ മാത്രമല്ല, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാ കൃഷിക്കാരൻ്റെയും സ്ഥിതി ഇതാണ്. ഒരിക്കലും ബൈപ്പാസ് ചെയ്തിട്ട് മറ്റൊരാളെ പറ്റിച്ചിട്ട് എന്താ പറയുക കൊടുക്കാൻ വേണ്ടി കർഷകൻ തയ്യാറാവില്ല. വൈകാതെ കേരളം മുഴുവൻ ഒരു ട്രൈവൺസിലേക്ക് എത്തും എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം, എന്നാണ് ഞങ്ങളുടെ ഒരു ആത്മവിശ്വാസം, ആഗ്രഹം. ഈ പാലക്കാട് സ്റ്റാർട്ടപ്പിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വളരെ നിസ്സാരമാണ്. പരസ്പരം വിശ്വസിക്കണം, ഒന്നിച്ച് നിൽക്കണം, കർഷകർക്ക് ലാഭമുണ്ടാവണം, പുതിയ ഉപഭോക്താക്കളെ കണ്ടെത്തണം. അക്ഷയാണ് ഇതിൻ്റെ CEO. അക്ഷയ്ക്ക് പറയാനുള്ളത് ഒരു വിദേശത്ത് പോയി ജോലി ചെയ്ത ഒരു അനുഭവത്തിൻ്റെ കൂടി കഥയാണ്. ഞങ്ങളെല്ലാവരും കർഷക കുടുംബങ്ങളിലാണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ കർഷകരുടെ ബുദ്ധിമുട്ടും പ്രയാസം എന്താണെന്ന് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. ഞാൻ B.Tech കഴിഞ്ഞ് MBAക്ക് പോയ സമയത്ത് പല ടൂൾസും സ്ട്രാറ്റജീസും ഞാൻ പഠിക്കാനിടയായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തും എനിക്ക് ഇവിടുത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ എങ്ങനെ ഈ ടൂൾസും സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് റിസോൾവ് ചെയ്യുക എന്നുള്ളൊരു തോന്നലാണ് എനിക്ക് വന്നത്. അതിൽ എങ്ങനെ യുണീക്കായിട്ട് മാർക്കറ്റ് ചെയ്യാം എന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ തോന്നിയൊരു ആശയമാണ് ട്രേസബിലിറ്റി എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത്. ഒരു പ്രൊഡക്റ്റിൻ്റെ എവിടെ നിന്ന് വന്നു, എന്തൊക്കെ പ്രോസസ്സിലൂടെ അത് കടന്നു പോയിട്ടുണ്ട് എന്ന് ഉപഭോക്താവിന് അറിയുന്നൊരു പ്രോസസ്സ്. ഇപ്പോൾ ഞാൻ MBA കഴിഞ്ഞ് എബ്രോഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ ഇപ്പോൾ പാലിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ പാലിൽ ക്രം ടോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സെഗ്മെൻറ്റ് തന്നെ ഉണ്ട്. അതായത് ജസ്റ്റ് ക്രീം ഇൻ ടോപ്പ്, പാസ്ചറൈസ് ചെയ്ത് അഡൾട്രൻസോ അഡിക്റ്റീവ്സോ ഒന്നും ആഡ് ചെയ്യാത്ത കുപ്പിയിലാക്കിയിട്ടുള്ള ബോട്ടിൽ, അതിൽ ടോപ്പിൽ ക്രീം നിൽക്കുന്നുണ്ടാവും. അതാണ് ക്രം ടോപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സെഗ്മെൻറ്റ് തന്നെയുണ്ട്. അത് എന്തുകൊണ്ട് നമ്മൾ ഇവിടെ ചെയ്തുകൂടാ എന്ന് ഞാൻ ചിന്തിക്കുകയും ഞാൻ സ്വരൂപും അതുപോലെ തന്നെ മറ്റുള്ള നമ്മുടെ ഡയറക്ടേഴ്സായിട്ട് ഡിസ്കസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ പാലിൽ ക്രം ടോപ്പ് മിൽക്ക് എന്നുള്ള പേര് കൊണ്ടുവരലും നമ്മളിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഞങ്ങൾ കുറച്ച് പേരുടെ എക്സ്പീരിയൻസും ഡ്രീമും ഇംപ്ലിമെൻ്റ് ചെയ്യാനാണ് ഞങ്ങളിവിടെ ശ്രമിക്കുന്നത്. അതിൽ ഇപ്പോൾ പല കസ്റ്റമേഴ്സിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്സ് ആണ് ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ഗൈഡ് ചെയ്യുന്നതും ഇതിൽ പിടിച്ചു നിൽക്കാൻ സ്ട്രെങ്ത് തരുന്നത്. അതിലൊന്നെന്താന്ന് പറഞ്ഞാൽ ഈ മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ കൂടെ ഫാർമേഴ്സിനെ കൂടെ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഫീല് അവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ വിജയം. അപ്പോൾ നമ്മുടെ കുട്ടികൾ വേരുകളെ തൊടുകയാണ്. പുതിയ സാങ്കേതിക വിദ്യ കൂടി കർഷകരുടെ സഹായത്തിനെത്തിക്കാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണ്. കാത്തിരിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും.